ഹായ് ഗൈസ്, അങ്ങനെ ഒരാഴ്ചത്തെ ഓഫീസിലെ പ്രഷറും മാനേജറെ തെറിവിളിയൊക്കെ കഴിഞ്ഞ് വീക്കെൻഡ് വരും. ഇവിടെ വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും, അതായത് നമ്മളിപ്പോൾ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വീക്കെൻഡ് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള സമയമാണ്. അതായത് നമ്മൾ ഓഫീസിലെ സ്ട്രെസ്സൊക്കെ മാറി മറന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ആകെ കുറച്ച് മണിക്കൂറുകളാണ്. അങ്ങനെ ഈ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോഴാണ് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നത്. അപ്പോൾ അവനെ ഷാർജ ഒന്ന് കാണിക്കണം എന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. മന്ത് ആയതുകൊണ്ട് കയ്യിലും പോക്കറ്റിലും കാശ് ഇല്ലാത്തതുകൊണ്ടും ഏറ്റവും അടുത്ത് നടന്നു പോകാൻ പറ്റുന്ന സ്പോട്ടുകളായിരുന്നു ആദ്യം മനസ്സിൽ വന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ കോർണിഷ് എത്തി. കോർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബീച്ചൊക്കെ പോലെയാണ്. പക്ഷെ ഇവിടുത്തെ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണൽത്തിട്ടുകളൊന്നും കാണില്ല. നോർമലായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ബീച്ചുകളും, അതായത് കോർണിഷ് സൈഡൊക്കെ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവും. അപ്പോഴാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്ന MSC കണ്ടത്. നാട്ടിൽ വിഴിഞ്ഞത്തുനിന്ന് കാണാൻ പറ്റിയില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ആ ഷിപ്പൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ സമയം അവിടെ ചെലവഴിച്ചു. ഇനിയിപ്പം അടുത്ത പരിപാടി ചായ കുടിക്കാൻ പോക്കാണ്. എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ വൈബ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാന്നുള്ള രീതിയിലായി എല്ലാവരും. ഈവനിങ് ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. കാരണം എല്ലാവരും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കോർണിഷൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറേ തോണികളൊക്കെ ആയിരുന്നു കാണാൻ പറ്റും. ഇവിടെ വന്നപ്പോഴാണ് യാട്ടുകളൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ അടിപൊളിയൊക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ മുമ്പിലിരുന്ന് കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്ത് പരസ്പരം കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഞങ്ങൾ കുറേ സമയം എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഷാർജ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ കാണുന്ന കപ്പൽ ഷാർജ കിങ്ങിൻ്റെയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് അവന്മാരെയും കൂട്ടി ഞാനിതേ മുന്നോട്ട് നടന്നു. ചായ കുടിക്കണം എന്നുള്ള സ്പോട്ടാണ് നെക്സ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന യാട്ടാണ്. കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി, നല്ല കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഇതാണ്. കാണാനും ലുക്കാണ്. അങ്ങനെ കുറേ സമയം അതിൻ്റെ ഭംഗി ഇങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു. അവസാനം ആ യാട്ടിനോട് യാത്ര പറഞ്ഞു ഞങ്ങളതായി മുമ്പോട്ട് പോയി. ഈ കാണുന്ന എന്താന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഷിയാപ്പള്ളിയാണെന്ന്. ഉള്ളത് തന്നെയാണെന്ന് അറിയില്ല, വാതർന്ന കള്ളം മാത്രം പറയുന്ന ഒരു കൂട്ടുകാരനാണ്. ഇതെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സൂക്കൽ റസിയും ഷാർജ മ്യൂസിയവും ഇതൊക്കെ ഞങ്ങൾ നോക്കി നടക്കുമായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്ലാൻ ചെയ്ത് വന്നല്ലോ കേട്ടോ. ഞങ്ങൾ വെറുതെ നടന്ന് അവസാനം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഈ കാണുന്നതൊക്കെ ഷാർജ മ്യൂസിയത്തിന്റെ ഭാഗങ്ങളാണെന്നാണ് പറഞ്ഞത്, എന്നാണ് അറിയാനും സാധിച്ചത്. പ്രവാസം തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ തന്നെ പറ്റിയത്. അതിപ്പോൾ എൻ്റെ മാത്രം അവസ്ഥയല്ല, ഇവിടെയുള്ള എല്ലാ പ്രവാസികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനം കൂട്ടത്തിലെ കുഞ്ഞനായ ഇവനെയും നോക്കി ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു ചായക്ക് വേണ്ടിയിട്ട്. അവസാനം ചായ സ്പോട്ടും കണ്ടുപിടിച്ചു, 3 ചായയും കുടിച്ചു. എനിക്ക് ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ അവസരം ഒരുക്കി തന്ന അവന് ഒരു ചെറിയ താങ്ക്സും പറഞ്ഞു ഞങ്ങൾ അവനെ യാത്രയാക്കി. അങ്ങനെ പുതിയൊരു പ്രവാസിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.